അനധികൃത റിസോർട്ട് നിർമ്മാണവും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സർക്കാർ വകുപ്പുകളും. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പുയ്യപ്പള്ളി പഞ്ചായത്തിലെ നെയ്തോട് എന്ന കാർഷിക ഏലായുടെ ഒത്ത നടുവിൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണ് കൊണ്ടിട്ട് അനധികൃതമായി നിലം നികത്തി റിസോർട്ട് നിർമ്മാണം തകൃതിയായി നടന്നുവരുന്നു. പുയ്യപ്പള്ളി നെയ്തോട് ഏലായിൽ ബ്ലോക്ക് നമ്പർ 33 റീസർവേ നമ്പർ 204/1, 204/2, 204/3, 204/22 എന്നീ നിലങ്ങളാണ് ആയിരക്കണക്കിന് ലോഡ് മണ്ണിട്ട് അനധികൃതമായി നികത്തി റിസോർട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ നാട്ടുകാരും ഏല വികസന സമിതിയും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മുഖ്യമന്ത്രി അടക്കം എല്ലാ വകുപ്പുകൾക്കും പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റിസോർട്ട് മാഫിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം പരാതികളും ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകളും വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗത്യന്തരമില്ലാതെ സ്റ്റോപ്പ് മെമ്മോ നൽകി വില്ലേജ് ഓഫീസർ തലയൂരി. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് നൂറുകണക്കിന് തൊഴിലാളികളെ നിർത്തി വൻമതിൽ നിർമ്മിച്ച് ഏക്കർ കണക്കിന് നിലത്തിൽ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം റവന്യൂ പഞ്ചായത്ത് വകുപ്പുകളുടെ ഒത്താശയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിലുള്ള തണ്ണീർത്തട നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഏല മണ്ണിട്ട് നികത്തുന്നത് മാത്രമല്ല, അരിക് തോടുകൾ അടച്ച് ഭീമാകാരമായ പൈപ്പുകൾ സ്ഥാപിച്ച് ഈ റിസോർട്ട് മാഫിയ തങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് മൂലം ബാക്കിയുള്ള കർഷകർക്ക് വെള്ളം കിട്ടാതെ നിലങ്ങൾ തരിച്ചിടേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടും നിരന്തരം പരാതികൾ ലഭിച്ചിട്ടും കൃഷി റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇതിന് വില്ലേജ് ഓഫീസർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്നാൽ നാളിതുവരെ കോടതിയിൽ നിന്ന് എതിർ കക്ഷികൾക്ക് ഒരു നോട്ടീസോ ഏതെങ്കിലും ഉത്തരവുകളോ നിലവിലില്ല. എന്നിട്ടും ഈ ഡിപ്പാർട്ട്മെന്റുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർവ്വ നിയമങ്ങളെയും ഡിപ്പാർട്ട്മെന്റുകളെയും പൊതുജനങ്ങളെയും നോക്കുകുത്തികളാക്കി എന്ത് അനധികൃതവും നടത്താമെന്നാണോ? സാധാരണക്കാരൻ ഒരു വീട് വയ്ക്കുവാൻ 5 സെന്റിൽ 1 ലോഡ് മണ്ണിട്ടാൽ നിയമം പരിപാലിക്കാൻ മുട്ടിനിൽക്കുന്ന നിയമപാലകരും നിയമവ്യവസ്ഥയുടെ തലനാഴിര കീറി പരിശോധിക്കുന്ന ജിയോളജി വകുപ്പും കൃഷിയെയും കാർഷിക മേഖലയെയും പരിപോഷിപ്പിച്ച് സ്വയം പര്യാപ്തത നേടാൻ സദാ വ്യാപൃതരായിരിക്കുന്ന കൃഷി വകുപ്പും സാധാരണക്കാരനുമേൽ നിയമവ്യവസ്ഥയുടെ നിയമസംഹിതയുടെ സൂചിപ്പഴുതുപോലും ചോരാതെ നിയമം നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന റവന്യൂ വകുപ്പും തങ്ങളുടെ കൃത്യനിർവഹണം നടത്താൻ സദാ ജാഗരൂകരായി ഇരിക്കുമ്പോഴാണ് ഇവരുടെ മൂക്കിൻ തുമ്പിൽ റിസോർട്ട് മാഫിയയുടെ അഴിഞ്ഞാട്ടം. നമസ്കാരം, എന്റെ പേര് ശ്രീലാൽ, പുയപ്പള്ളി പച്ചക്കോട് വാർഡിലെ മെമ്പറാണ്. പുയപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിന്റെ ഭാഗത്തുള്ള നെയ്തോട് ഭാഗത്ത് ഒരു വലിയ റിസോർട്ട് മാഫിയ വലിയ രീതിയിൽ വയൽ എല്ലാം മണ്ണിട്ട് നികത്തി അതിനകത്ത് ചെറിയ ചെറിയ ഹട്ടുകളും കുളങ്ങളും ഒക്കെ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ വില്ലേജിന്റെ യാതൊരുവിധ അനുമതി ഇല്ലാതെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ADM ഉൾപ്പെടെയുള്ള ഇത് പരാതി കൊടുത്തത് മുഖ്യമന്ത്രി മുതൽ താഴോട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ താഴോട്ട് എല്ലാവർക്കും പരാതി കൊടുത്തതിന്റെ കോപ്പിയാണ്. അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് കൊടുത്ത പരാതിയുടെ കോപ്പിയാണ്. അതിനുശേഷം നടപടികളൊന്നും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലില് ഇത് വന്നിടക്കുകയും വില്ലേജിൽ അറിയിച്ചു നിൽക്കുകയും അതിന് അവര് പോയി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്നും അവിടെ വളരെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. JCBക്ക് മണ്ണ് കൊണ്ടുവന്ന് കരയിലിടുക, അവിടുന്ന് പിന്നെ ആൾക്കാരെ ഉപയോഗിച്ചും ജീപ്പ് ഉപയോഗിച്ചും ഈ വയലിലേക്ക് മണ്ണ് തട്ടുകയും അതൊരു വലിയ കാന ഉണ്ടാക്കിയിട്ട് ആ മണ്ണതേ തട്ടും, വീണ്ടും അത് കാന തെളിച്ച് ആ മണ്ണ് പുറത്തിടും, വീണ്ടും കൊണ്ടിടും. ഇങ്ങനെ അത് നിരത്തിയിട്ടാണ് ഇപ്പോൾ അതിനകത്ത് ഏകദേശം 1.5 കോടി രൂപയുടെ വർക്ക് അതിനകത്ത് നടന്നു കഴിഞ്ഞു. പലതവണയാണ് നമ്മൾ പരാതി കൊടുത്തതൊക്കെ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. കൈത്തോടുണ്ട്, ആ കൈത്തോട് വരെ പൊട്ടിച്ച് ഇദ്ദേഹത്തിന്റെ ഒരിടത്തിലൂടെ തന്നെയാണ് ഇപ്പം ആ വയലിലൂടെയാണ് ഇപ്പം കൈത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു നടപടികളും ഈ അധികാരവർഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ഇതിന് പിന്തുണയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് മാറ്റം വരണം. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പുയപ്പള്ളി പഞ്ചായത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പുയപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ ആയിരക്കണക്കിന് ലോഡ് മണ്ണിട്ട് നികത്തിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് നമ്മൾ വാർത്തയായിട്ട് ഇവിടെ ചെയ്തിരുന്നതായിരുന്നു. ഇപ്പോൾ തന്നെ അടുത്ത പുയപ്പള്ളിയില് ഒരു പ്രശസ്തമായ ഒരു കുളം, മാക്രീലക്കുളത്തിന്റെ സൈഡ് ഇടിഞ്ഞ് അത് ഇപ്പോൾ സ്വകാര്യ വ്യക്തി തന്നെ കെട്ടി അവരുടെ കെട്ടിടം ബലപ്പിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തി തന്നെ പഞ്ചായത്തിന് പോലും അനുമതിയില്ലാതെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ആരൊക്കെ പരാതികൾ വിളിച്ച് പറയുകയും നമ്മുടെ അതിന് പണി നിർത്തിവെപ്പിക്കുകയും ചെയ്തു. ഇനിയും അവര് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പല ആൾക്കാരെയും പിന്തുണയോടുകൂടി അവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. അതോടൊപ്പം 4ാം വാർഡില് ഏകദേശം 3 സെന്റോളം വരുന്ന ഒരു സ്ഥലവും അവിടെ ഒരു പഞ്ചായത്ത് കിണറും ഉണ്ടായിരുന്നു. അതൊരു സ്വകാര്യ വ്യക്തി
കൈയേറി ആ കോമ്പൗണ്ട് വാൾ കെട്ടി വെക്കുകയാണ്. അവരുടെ ഏക്കർ കണക്കുള്ള വസ്തുവിന്റെ ഭാഗമായിട്ട് മാറ്റി വെക്കുകയാണ്. ഇതും പലതവണ നമ്മൾ പരാതി കൊടുത്ത് വില്ലേജുകാർ പഞ്ചായത്തിന്റെ അധീനമുള്ള പഞ്ചായത്തിന് കൊടുത്തു. അതും അതിന്റെ ഉടമസ്ഥൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യും. ആ സ്ഥലം മതിലിളക്കി നമ്മുടെ സ്ഥലം പഞ്ചായത്തിന്റെ സ്ഥലം തിരിച്ചിടുമെന്ന് പറഞ്ഞത്. ഇതുവരെ അങ്ങനെ നടപടിയുണ്ട്. അദ്ദേഹം വന്നിട്ട് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഈ പരാതികളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിലും ശക്തമായ ഫോളോ അപ്പുകൾ ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും മാത്രം അറിയിക്കുന്നു. ഏറ്റവും വലിയ സമൃദ്ധമായി കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക ഏലായുടെ ഒത്ത മദ്യം വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് നികത്തി വലിയ റിസോർട്ട് കെട്ടിപ്പൊക്കുകയാണ്. ഇതേ സംബന്ധിച്ച് പരാതികൾ, വാർത്തകൾ, പരിഭവങ്ങൾ ഇതല്ല. അതേ സംബന്ധിച്ച് നാട്ടുകാർ കൊടുത്തിട്ടുള്ള പരാതി ഇതെല്ലാം കോപ്പി ഞാൻ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അതിനെ സംബന്ധിച്ച് രേഖകളാണ് ഇരിക്കുന്നത്. മൊത്തം സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു 5 സെന്റ് നില നികത്താനോ ഒന്നും സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ അവിടെയെല്ലാം നിയമങ്ങളും സാങ്കേതികത്വങ്ങളും നൂലാമാലകളും ഒക്കെ വളരെ കാര്യക്ഷമമായി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് വൻ സ്രാവുകൾക്ക് എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഇത് വൻ സ്വാധീനത്തിനും അവരുടെ പാരിതോഷികത്തിനും പണത്തിനും വഴിപ്പെട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇപ്പോ ഈ നെയ്തോട് ഏലായില് റിസോർട്ട് കെട്ടിപ്പൊക്കികൾ 100 കണക്കിന് ജോലിക്കാരെ നിർത്തി വയലേല മൊത്തം നികത്തി കൈത്തോടുകൾ തങ്ങളുടേതാക്കി മാറ്റി ഭീമാകാരമായ പൈപ്പുകൾ സ്ഥാപിച്ച് ഈ താഴോട്ടുള്ള ജലസ്രോതസ്സുകൾ, ജലത്തിന്റെ നീരൊഴുക്കുകൾ മുഴുവൻ തടഞ്ഞുകൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം പരാതിപ്പെട്ടാലും അവരെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവരെയൊക്കെ വകവരുത്തി കളയുമെന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു വിഭാഗം മുമ്പോട്ട് പോവുകയാണ്. ഈ ഭീഷണിയുടെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. വില്ലേജ് ഓഫീസർ പറയുന്ന നിവൃത്തിയില്ല പരാതികളും വാർത്തകളും ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് തലയൂരി. എന്നിട്ട് അദ്ദേഹം പറയുന്ന അതിന്റെ സ്റ്റോപ്പ് മെമ്മോയുടെ കോപ്പിയാണ് ഇരിക്കുന്നത്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെടുത്ത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ നിർത്തിവെക്കാൻ പറയുന്നിടത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിനെന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറാവുന്നില്ല? അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പണാധിപത്യത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. എന്നിട്ട് പറയുന്നു ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതിന്റെ സംബന്ധിച്ച് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. 12430/2024 എന്ന രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കേസ് ഫയൽ ചെയ്താൽ ബന്ധപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് സർക്കാരിനാണ് അവർ സർക്കാരിനെ പ്രതിയാക്കിയാണ് ഈ മാഫിയ കേസ് കൊടുത്തിരിക്കുന്നത്. സർക്കാരാണ് പ്രതി, സ്റ്റേറ്റാണ് പ്രതി. എന്നിട്ട് ഈ സ്റ്റേറ്റിന് ഒരു നോട്ടീസ് പോലും എതിർകക്ഷികൾക്ക് ചെന്നിട്ടില്ല. യാതൊരു വിധമായ കോടതി നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കേസ് ഫയൽ ചെയ്തു എന്ന് പറയുന്ന ഒരു അറവല കാണിച്ച് എല്ലാവരെയും നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ആളുകൾ ആരും അതിനകത്ത് പോകത്തില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ചില ഇവരുടെ അഡ്വൈസർമാർ കൊടുത്തിട്ടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് അധികാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ കോടതിയിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ. അതിന്റെ മുഴുവൻ രേഖകളും കളക്ട് ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മുഴുവൻ പരാതി കൊടുത്തതിന്റെ കോപ്പി വേണമെന്ന് അഡ്വക്കേറ്റ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മുഴുവൻ കോപ്പികളും നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന പരാതികളുടെ കോപ്പി വീണ്ടും മുഖ്യമന്ത്രി മുതൽ താഴോട്ട് കൊടുത്തിട്ടുള്ള മുഴുവൻ പരാതികളുടെയും കോപ്പികളും റെസീപ്റ്റുകളും എല്ലാം കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ആധികാരികമായ രേഖകളാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ലഭിക്കാത്ത നീതിയും അവകാശങ്ങളും വൻ മാഫിയയ്ക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഈ ഡിപ്പാർട്ട്മെന്റുകളും ബന്ധപ്പെട്ടവരും ഒക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പുയപ്പള്ളി പഞ്ചായത്തില് പോലീസ് സ്റ്റേഷന് തൊട്ടു മുമ്പിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെ, പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു 500 മീറ്റർ അകലെയാണ് ഈ പറയപ്പെടുന്ന നെയ്തോട് ഏല നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഏതെല്ലാം തരത്തിൽ കയ്യേറ്റങ്ങൾ നടത്താമോ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ആയാലും റവന്യൂ അധികാരികളായാലും ആരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പേരിൽ 30-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, തീയതി ഈ വില്ലേജ് ഓഫീസ് വഴിക്കൽ ധർണ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജില്ലാ കളക്ടറോടും ADM-നോടും ഒക്കെ സംസാരിച്ചപ്പോൾ സത്വര നടപടികൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്.
പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഇത് ഉണ്ടായിട്ടില്ല. യാതൊരു വിധമായ നീക്കവും കാണുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കും, ഒരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള ആധികാരികമായ എല്ലാ രേഖകളും അഡ്വക്കേഷന്റെ നിർദ്ദേശപ്രകാരം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഈ കേസിൽ കക്ഷി ചേരും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള മാഫിയകളുടെ വലിയ ആരോപണങ്ങൾ എന്തോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, എവരുടെയൊക്കെ കയ്യിൽ നിന്ന് സാമ്പത്തികം പിടുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രചാരകന്മാരൊരു പ്രചാരവേല നടത്തുകയാണ്. അവരുടെ പിണിയാളുകൾ. സത്യം ജനം അറിയട്ടെ. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇങ്ങനെ നോക്കുകുട്ടികളായിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയകളെ സഹായിക്കുന്ന വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ, നമ്മുടെ വകുപ്പുകളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന ഓഫീസുകളിൽ സാധാരണക്കാരൻ ചെല്ലുമ്പോൾ യാതൊരു വിധമായ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല, അവന് ലഭിക്കേണ്ടതായ അവകാശങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള മാഫിയകളുടെ അഴിഞ്ഞാട്ടം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ വളരെ ധർണ നടത്തുമ്പോൾ പറയാം. നെയ്തോട് ഏലായിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം പോലെ വേറെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് നികത്തുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത് വലിയ റിസോർട്ട് കെട്ടിപ്പൊക്കുകയാണ്. താഴോട്ടുള്ള നീരൊഴുക്ക് തടഞ്ഞിരിക്കുകയാണ്. ഒരു ചെറു വിരലനക്കാൻ ഈ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ, തഹസിൽദാർ തൊട്ട് മേലോട്ട് ആർക്കും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? സാധാരണക്കാരന് എവിടെങ്കിലും ഒരു കൂര വയ്ക്കാനായിട്ട് 5 സെന്റിനകത്ത് 1 ലോഡ് മണ്ണിട്ട് കഴിഞ്ഞാൽ അവിടെ പോലീസ്, റവന്യൂ, ജിയോളജി എന്ന് വേണ്ട ഈ ലോകത്ത് ഏതെല്ലാം വകുപ്പുകളുണ്ടോ അതെല്ലാവരും ആ നിമിഷം അവിടെ എത്തും. അവിടെയാണ് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് കൊണ്ടിട്ട് പകലില്ലാതെ ഇത്തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. വിശിഷ്യ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഊതപ്പെടട്ടെ. ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽ അടിയന്തരമായി ഈ വിഷയം മാധ്യമങ്ങൾ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരാതികൾ നൽകുന്നവരെ മാനസികമായി അവരെ തകർക്കാനും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം കായികമായി നേരിട്ട് കളയും, ജീവിക്കാൻ അനുവദിക്കത്തില്ല, കൊന്നുകളയും എന്നൊക്കെ പറയുന്ന വേറൊരു വിഭാഗം. ഈ പറയപ്പെടുന്ന ആളുകളുടെ പിൻപറ്റുകാരാണ് ഇവരെല്ലാം. ഇവരെല്ലാം ചേർന്ന് പൊതുസമൂഹത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ന്യായമായ ആവശ്യത്തിന് പ്രതികരിച്ചാൽ അവരെ അവഹേളിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അവർക്കിവിടെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്. പക്ഷെ ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ ഒന്നും തലവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ശക്തമായി തന്നെ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. വലിയവനും ചെറിയവനും തുല്യനീതി ഉറപ്പാക്കണമെന്ന ഓർമ്മപ്പെടുത്തലോടെ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.